നമസ്കാരം. അരമണിക്കൂറിൽ 50 വാർത്തകളുമായി പ്രവാസി സർവ്വവാർത്ത ആരംഭിക്കുന്നു. സൗദി അറേബ്യയിലെ ലേബർ ക്യാമ്പുകളിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. എല്ലാ ലേബർ ക്യാമ്പുകളിലും മന്ത്രാലയം പുതിയ നിബന്ധനകൾ നടപ്പിലാക്കി തുടങ്ങി. കോവിഡ് സാഹചര്യത്തിൽ കിഴക്കൻ പ്രവിശ്യയിലെ ഹയ്യൽ അദീർ മേഖലയിലും കർഫ്യൂ നിയന്ത്രണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ അപമാനിക്കുന്ന വിധം സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന് UAE സ്വദേശിയായ മാധ്യമപ്രവർത്തകൻ അറസ്റ്റിൽ. കവിയും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യവുമായ താരിഖ് അൽ മഹിയാസ് ആണ് പിടിയിലായത്. ഗൾഫിൽ കോവിഡ് മരണം വർദ്ധിക്കുന്നു. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 133 കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 11 പേർ മരിച്ചു. സൗദിയിൽ 6 പേരും UAEയിൽ 5 പേരുമാണ് മരിച്ചത്. അതേസമയം കോവിഡ് വ്യാപകമാകുകയാണ്. ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 18,924 UAEയിൽ കോവിഡ് ബാധിച്ച 5 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ മരണസംഖ്യ 33 രോഗബാധിതരുടെ എണ്ണം 5365. രോഗവിമുക്തി നേടിയവരുടെ എണ്ണം 1034 സൗദിയിൽ 186 ഇന്ത്യക്കാർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസഫ് സയീദ് അറിയിച്ചു. 2 പേർ മരണപ്പെട്ടു. 2 മലയാളികളാണ്. സൗദിയിലെ ഇന്ത്യക്കാർക്കായി പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, ആംബുലൻസ്, ഡോക്ടർമാരുടെ സംഘം, ഭക്ഷണ വിതരണ ശൃംഖല എന്നിവ തയ്യാറാക്കിയതായി അംബാസിഡർ അറിയിച്ചു. സ്കൂൾ ഫീസിളവ് സംബന്ധിച്ച് ഫയർ ബോർഡ് തീരുമാനമെടുക്കുമെന്നും അംബാസിഡർ പറഞ്ഞു. കുവൈത്തിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1405 ഉയർന്നു. രാജ്യത്ത് ഇതുവരെയായി 206 പേരാണ് രോഗമുക്തി നേടി ആശുപത്രി വിട്ടത്. 3 പേർ മരണപ്പെടുകയും ചെയ്തു. രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം 785. കുവൈത്തിൽ കാലാവധി കഴിഞ്ഞ എല്ലാ വിസകൾക്കും മെയ് 31 വരെ എക്സ്റ്റൻഷൻ അനുവദിച്ചു. മാർച്ച് 1 മുതൽ 3 മാസമാണ് താൽക്കാലിക എക്സ്റ്റൻഷൻ അനുവദിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അനസ് അൽ സാലിഹ് അറിയിച്ചു. സന്ദർശക വിസയിൽ എത്തിയവർ ഉൾപ്പെടെ നിലവിൽ കുവൈത്തിലുള്ള വിസ കാലാവധി കഴിഞ്ഞ എല്ലാവർക്കും പ്രത്യേക അപേക്ഷ നൽകാതെ ആനുകൂല്യം ലഭിക്കും. ഖത്തറിൽ 3211 പേർക്ക് ഇതുവരെ COVID-19 രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 283 പേർ കൂടി രോഗം പിടിപെട്ടു. 3291 രോഗികളാണ് ഇപ്പോൾ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പരിചരണത്തിലുള്ളത്. 54,484 പേരാണ് രാജ്യത്ത് കോവിഡ് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത്. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് ഏർപ്പെടുത്തിയ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. ഏപ്രിൽ 20 വരെയാണ് ഇന്ത്യക്കാർക്ക് അനുവദിച്ച സമയം. ഒമാനിൽ ഓൺലൈൻ വോയിസ് ഡാറ്റ സേവനങ്ങളുടെ ഉപയോക്താക്കളിൽ കാര്യമായ മുന്നേറ്റമുണ്ടായതായി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. 2020 ഫെബ്രുവരിയിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർച്ചിൽ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമുകളെ സംബന്ധിച്ചിടത്തോളം വാട്സാപ്പ് ഉപയോഗം 36%, ഫേസ്ബുക്ക് ഉപയോഗം 20%, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷനുകൾ 16% വർദ്ധിച്ചു. ഒമാനിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ പിരിച്ചുവിടാവുന്നതാണെന്ന് കോവിഡുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളാൻ രൂപവൽക്കരിച്ച സുപ്രീം കമ്മിറ്റി അറിയിച്ചു. വിദേശ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന പക്ഷം അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന് സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചു. പ്രതിസന്ധി ബാധിച്ച കമ്പനികൾക്ക് ജീവനക്കാരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ 3 മാസത്തേക്ക് ശമ്പളം കുറയ്ക്കാം. ജോലി സമയത്തിൽ കുറവ് വരുത്തി അതിന് ആനുപാതികമായി ശമ്പളം കുറയ്ക്കാനാണ് അനുമതി നൽകിയത്. സൗദിയിൽ ഇതുവരെ 5862 പേർക്ക് കോവിഡ് ബാധിച്ചതായി അധികൃതർ അറിയിച്ചു. കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 79 ഉയർന്നു. ഇതോടെ ആകെ 931 പേർക്ക് രോഗം ഭേദമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള ആശുപത്രിയാക്കി മാറ്റി. 3000 കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള ശേഷിയുള്ള ഫീൽഡ് ഹോസ്പിറ്റലാക്കി വേൾഡ് ട്രേഡ് സെന്ററിനെ മാറ്റി ഇന്നു മുതൽ 1000 കിടക്കകൾ ശേഷിയുള്ള ആശുപത്രിയായി ഇത് ആരംഭിക്കും. ആവശ്യാനുസരണം ഘട്ടം ഘട്ടമായി പ്രവർത്തനങ്ങൾ വിപുലമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയടക്കം രാജ്യങ്ങളിലേക്ക് പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സർവീസ് ആരംഭിക്കുമെന്ന് എയർ അറേബ്യ. കോവിഡ് വ്യാപനത്തിനെതിരായ മുൻകരുതലിന്റെ ഭാഗമായി മാസ്കും ഗ്ലൗസും ധരിച്ച് മാത്രമേ യാത്രക്കാരെ വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ. പ്രവാസികളെ തിരിച്ചെത്തിക്കാനും ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, സുഡാൻ, ഈജിപ്ത്, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും പൗരന്മാരെ കൊണ്ടുപോകാനും കാർഗോ അയക്കാനും എയർ അറേബ്യ വിമാനങ്ങൾ ഈ മാസം പറക്കുമെന്നും കമ്പനി അറിയിച്ചു. UAE-യിൽ ഒരു എമിറേറ്റ്സിൽ നിന്ന് മറ്റൊരു എമിറേറ്റ്സിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ദുബായ്, അബുദാബി എമിറേറ്റ്സുകളിൽ നിയന്ത്രണം പ്രഖ്യാപിച്ചു. കോവിഡ് രോഗം പടരുന്ന സാഹചര്യത്തിൽ കൂടുതലും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചാണ് ഈ നടപടി. കോവിഡ്-19 അതിജീവിക്കാൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് ഒമാനിൽ ഉൽപ്പാദിപ്പിക്കുന്നു. സലാല ഫ്രീ സോണിലാണ് ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. ഫ്രീ സോണിലെ ഫെലിക്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആണ് പ്രതിരോധ മരുന്ന് ഉൽപാദനത്തിന് നേതൃത്വം നൽകുന്നത്. കമ്പനി സെക്കൻഡറി പാക്കേജിംഗ് യൂണിറ്റിന് അടുത്ത ആഴ്ച പ്രവർത്തനം സജ്ജമാകും. രാജ്യത്ത് ആവശ്യമായ കോവിഡ് പ്രതിരോധ മരുന്നുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഖത്തറിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി രാജ്യത്തെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയങ്ങളുടെ പരിശോധനകൾ കർശനമാക്കി. മന്ത്രാലയമായി നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ കോവിഡ്-19 സാഹചര്യത്തിൽ രാജ്യത്തുള്ള എല്ലാ കമ്പനികളും തങ്ങളുടെ തൊഴിലാളികൾക്ക് ഭക്ഷണവും താമസവും മറ്റ് അലവൻസുകളും നിർബന്ധിതമാക്കി നൽകണമെന്ന് ഖത്തർ ഭരണനിർവഹണ വികസന തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും ഖത്തർ ഭരണനിർവഹണ വികസന തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. രോഗികൾക്കും ജീവനക്കാർക്കും കൊറോണ ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാമിയ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിപ്പിക്കുന്ന അന്തൽസിയ ആശുപത്രി അടച്ചു. ആരോഗ്യ മന്ത്രാലയ തീരുമാനങ്ങളും ഔദ്യോഗിക മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് രോഗബാധ കേസുകൾ കൈകാര്യം ചെയ്തതായും ആശുപത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സൗദിയിൽ കർഫ്യൂ ലംഘിച്ച് അമിത വേഗത്തിൽ കാറിൽ സഞ്ചരിക്കുകയും കർഫ്യൂ നടപ്പാക്കുന്നതിന് സ്ഥാപിച്ച ചെക്ക് പോയിന്റുകൾ മറികടക്കുകയും ചെയ്ത 3-അംഗ സംഘത്തെ സുരക്ഷാ വകുപ്പുകൾ അറസ്റ്റ് ചെയ്തു. കോവിഡ് അണുബാധയെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസ് ഉൾപ്പെടെ നിർത്തിവെച്ചത് രാജ്യത്തേക്ക് അനുവദിച്ച ടൂറിസ്റ്റ് വിസകളെ ബാധിക്കില്ലെന്ന് സൗദി മന്ത്രിസഭ. ഈ കാലയളവിൽ എടുത്ത് ഉപയോഗിക്കാത്ത വിസകളുടെ കാലാവധി കോവിഡ് നിയന്ത്രണ കാലം ഒഴിവാക്കി പുതുക്കി നിശ്ചയിക്കാനും ടൂറിസ്റ്റ് വിസയിൽ നിലവിൽ സൗദിയിലെത്തിയവരുടെ കാലാവധി നീട്ടിക്കൊടുക്കുവാനും സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ബഹ്റൈനിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ 2 ദിവസമായി വർധനവ് വന്നത് സാമൂഹിക അകലം പാലിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണെന്നും കൂടിച്ചേരലുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ലേബർ ക്യാമ്പുകളിലും മറ്റും കൂടിച്ചേരലുകൾ ഒഴിവാക്കിയാൽ മാത്രമേ രോഗബാധ തടയാനാകൂ എന്നാണ് കമ്മിറ്റി മേധാവി ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മനാഫ് അൽ ഗത്താനി വ്യക്തമാക്കിയത്. ഖത്തറിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ 20% ജീവനക്കാർ മാത്രം ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഹാജരായാൽ മതിയെന്ന മുൻ പ്രഖ്യാപനം 2 ആഴ്ച കൂടി നീട്ടിയതായി അധികൃതർ അറിയിച്ചു. ഫാർമസികൾ, ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾ, വാണിജ്യ മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്ന മറ്റ് അവശ്യ സേവനങ്ങൾ ഇവയെല്ലാം ഒഴികെയുള്ള എല്ലാവർക്കും ഈ നിയമം ബാധകമായിരിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി പാസ്പോർട്ട്, വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ ഈ മാസം 30 വരെ തുറക്കില്ലെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. എമർജൻസി കേസുകളിൽ ആവശ്യം വ്യക്തമാക്കി ബന്ധപ്പെടാനുള്ള നമ്പറും വിലാസവും സഹിതം ഇമെയിൽ അയക്കണം.
തുടർ നടപടികൾക്കായി കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും. സൗദിയിൽ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരൻ കൊല്ലപ്പെട്ടു. ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പിടികിട്ടേണ്ട സൗദി യുവാവ് അബ്ദുറഹീം ബിൻ അഹമ്മദ് അൽ ഹുവൈത്തി സുരക്ഷാ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് ദേശീയ സുരക്ഷാ ഏജൻസി അറിയിച്ചത്. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ സൈനികർക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് നീക്കിയതായും ദേശീയ സുരക്ഷാ ഏജൻസി അറിയിച്ചു. ബഹ്റൈനിൽ ഡ്രൈവ് ത്രൂ കോവിഡ് എന്ന പേരിൽ പുതിയ ചികിത്സാ സംവിധാനം നടപ്പാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി ഫേഖ് അസായിദ് അൽ സലേഹ് അറിയിച്ചു. ബഹ്റൈൻ എക്സിബിഷൻ സെന്ററിലാണ് സ്വയം ഐസൊലേഷനിൽ കഴിഞ്ഞവർക്ക് നേരിട്ട് വന്ന് പരിശോധന നടത്താനുള്ള ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് പരിശോധന നടത്തി തിരിച്ചു പോകാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. ദുബൈയിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത 15 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ നഗരസഭ അടച്ചു. അതേസമയം ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിൽ 75% നിയമം പാലിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. 13,620 ഭക്ഷ്യസ്ഥാപനങ്ങൾ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ദുബായിലുണ്ട്. ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇത് ലംഘിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിന് വിദഗ്ധ ചൈനീസ് മെഡിക്കൽ സംഘം സൗദിയിലെത്തി. 8 ഡോക്ടർമാരുൾപ്പെട്ട മെഡിക്കൽ സംഘമാണ് എത്തിയിരിക്കുന്നത്. കൊറോണ വൈറസ് പരിശോധന, ചികിത്സ, രോഗനിർമ്മാർജ്ജനം എന്നീ മേഖലകളിൽ സൗദി ആശുപത്രികളുമായും വിദഗ്ധരുമായും ചൈനീസ് സംഘം തങ്ങളുടെ പരിചയ സമ്പത്ത് പങ്കുവയ്ക്കുകയും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സൗദിയിൽ നേത്ര പരിശോധന അടക്കമുള്ള മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണിത്. നിശ്ചിത വർഷത്തേക്കുള്ള ഫീ അടച്ച് അബ്ഷിർ വഴിയാണ് ലൈസൻസ് പുതുക്കേണ്ടത്. ദമാമിലെ ഹയ്യുൽ അദീറിൽ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് 24 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവിടെയുള്ളവരെ പുറത്തു പോകാനോ പുറത്തുള്ളവരെ ഇവിടേക്ക് വരാനോ അനുവദിക്കില്ല. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാവൂ എന്ന് അറിയിച്ചത്. കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകും. കോവിഡ് ബാധ നിയന്ത്രണാതീതമായി പടർന്ന് അമേരിക്ക. 24 മണിക്കൂറിനിടെ മരിച്ചത് 2128 പേർ. രാജ്യത്ത് വൈറസ് ബാധിതരുടെ എണ്ണം 6 ലക്ഷം കവിഞ്ഞു. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 3 ഇരട്ടി. കോവിഡ് വ്യാപനത്തിൽ കുറവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കാനൊരുങ്ങി ജർമ്മനി. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ ഇത് സംബന്ധിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചു. ഇളവുകൾ കർശന ഉപാധികളോടെയാകുമെന്നും മെർക്കൽ വ്യക്തമാക്കി. ന്യൂയോർക്കിൽ കോവിഡ് ബാധ നിയന്ത്രണാതീതമായി പടരുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കാൻ തീരുമാനം. ഗവർണർ ആൻഡ്രൂ കുമോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ഉടൻ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ആഫ്രിക്കയിൽ വംശീയ സംഘർഷം, 28 പേർ കൊല്ലപ്പെട്ടു. കോലി ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്ന തദ്ദേശവാസികൾക്ക് നേരെയാണ് കോഡെഗോ ആക്രമികൾ ആക്രമണം നടത്തിയത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിവരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കി അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത്. കൊറോണ മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന വീഴ്ച വരുത്തിയെന്ന് ട്രംപ് ആരോപിച്ചു.
കൊറോണ വൈറസ് ബാധയെ തുടർന്ന് 3 പേർ കൂടി മരിച്ചതോടെ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മരിച്ച ഓഫീസർമാരുടെ എണ്ണം 23 ആയി. AYPD തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി റഷ്യയും. പ്രതിരോധ സേനയിലെ പ്രതിരോധ കയറ്റുമതി വിഭാഗമായ റൊസോബോറോ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായ PM കെയേഴ്സ് ഫണ്ടിലേക്ക് $2 മില്യൺ സംഭാവന ചെയ്തു. ഗുരുതരാവസ്ഥയിലുള്ള കൊറോണ രോഗികളെ കമഴ്ത്തിക്കിടത്തുന്നതിലൂടെ അവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് അമേരിക്കൻ ആരോഗ്യ പ്രവർത്തകർ. അത്യാസന്ന നിലയിലുള്ള രോഗികളെ കമഴ്ത്തിക്കിടത്തുന്നതിലൂടെ രോഗികളുടെ നില മെച്ചപ്പെടുന്നതായി വ്യക്തമായിട്ടുണ്ടെന്ന് അമേരിക്കൻ ആരോഗ്യ പ്രവർത്തകരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നു. ആളുകൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ചെക്കിൽ ട്രംപിന്റെ പേര്. സംഭവം വിവാദത്തിൽ. തിരഞ്ഞെടുപ്പ് കാലത്തെ ട്രംപിന്റെ മറ്റൊരു തന്ത്രമാണിതെന്ന് വിമർശകർ ഉന്നയിച്ചു. ഭോപ്പാലിൽ COVID-19 ബാധിച്ച് 5 പേരും 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഇരകളാണെന്ന് സർക്കാർ. വാതക ദുരന്തത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കൊറോണ വലിയ വെല്ലുവിളിയാണെന്ന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതാനും സംഘടനകൾ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 5-നാണ് ഭോപ്പാലിൽ ആദ്യ COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത്. ബ്രിട്ടനിൽ കൊറോണ ബാധിച്ച് ഗർഭിണിയായ നഴ്സ് മരിച്ചു. കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ലുട്ടൺ ആൻഡ് ഡൺബൈറ്റിസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നഴ്സായ 28 വയസ്സുള്ള യുവതിയാണ് മരിച്ചത്. വിർജീനിയയിലെ റിച്ചുമോണ്ടിലുള്ള കാന്റർബറി നഴ്സിംഗ് ഹോമിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 42 പേർ. ഇവിടെ 163 അന്തേവാസികൾ, 127 പേർക്ക് കോവിഡ് ബാധിച്ചതായി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജെയിംസ് റൈറ്റ് അറിയിച്ചു. കോവിഡ് വൈറസ് അമേരിക്കയിൽ പടർന്ന ശേഷം ഒരൊറ്റ നഴ്സിംഗ് ഹോമിൽ ഇത്രയുമധികം പേർ മരിക്കുന്നത് ആദ്യ സംഭവം. മഹാമാരിക്ക് മുന്നിലും അതിക്രമം തുടർന്ന് ഇസ്രായേൽ. കിഴക്കൻ ജെറുസലേമിൽ ഫലസ്തീൻ കോവിഡ് പരിശോധനാ ക്ലിനിക് അടച്ചുപൂട്ടി. ഒരു പള്ളിയിലെ ഹാളിലാണ് ക്ലിനിക് ഒരുക്കിയിരിക്കുന്നത്. ക്ലിനിക് പ്രവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 4 ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കോവിഡ് വൈറസ് വ്യാപനം തുടരുന്ന സ്പെയിനിൽ ദിവസേനയുള്ള മരണനിരക്ക് വീണ്ടും കുറയുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 523 പേരാണ് മരിച്ചത്. സ്പെയിനിൽ ആകെ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം 1,77,633 ആയി. 3,573 കേസുകളാണ് പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച് മരിച്ച പൂർണ്ണ ഗർഭിണിയായ നഴ്സിന്റെ കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുത്ത് ഡോക്ടർമാർ. കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് വ്യക്തമാക്കിയ ആശുപത്രി അധികൃതർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. UK-യിലെ ലൂട്ടൺ ആൻഡ് ഡൺസ്റ്റേബിൾ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നഴ്സായ മേരി അഗീവയാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത അമേരിക്ക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. രോഗവ്യാപനത്തിന്റെ അതിതീവ്രഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. പുതിയ രോഗികളുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ ചില സംസ്ഥാനങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. COVID-19 ക്വാറന്റൈൻ ലംഘിച്ച് കാമുകിയെ കാണാൻ പോയ യുവാവിനെ ജയിലിൽ അടച്ചു. ഓസ്ട്രേലിയയിലാണ് സംഭവം നടന്നത്. 1 മാസത്തെ ജയിൽ ശിക്ഷയിലാണ് യുവാവ്. രാജ്യത്ത് ലോക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെയാളാണിത്. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിംഗ് നിർത്തിവെക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ വിമർശനവുമായി മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. ട്രംപിന്റെ നീക്കം അപകടകരമാണെന്നും ഇപ്പോഴാണ് ലോകാരോഗ്യ സംഘടനയെ ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമെന്നും ബിൽ ഗേറ്റ്സ് പ്രതികരിച്ചു.
കടലിൽ കുടുങ്ങിയത് 2 മാസത്തോളം 24 റോഹിംഗ്യൻ അഭയാർത്ഥികൾ വിശന്നു മരണപ്പെട്ടു. മലേഷ്യയിലേക്കുള്ള യാത്രാമധ്യേയാണ് കപ്പൽ കടലിൽ അകപ്പെട്ടത്. 2 മാസമായി കടലിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു കപ്പൽ. കപ്പലിലുണ്ടായിരുന്ന 382 പേരെ രക്ഷപ്പെടുത്തിയതായി, ഇവരെ ഉടൻ മ്യാൻമാറിലേക്ക് തിരിച്ചയക്കുമെന്നും ബംഗ്ലാദേശ് തീരദേശ സേന അറിയിച്ചു. കോവിഡ്-19 പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വയോധിക കൂടി. ബ്രിട്ടനിലെ 106 വയസ്സുള്ള മുത്തശ്ശി. ബ്രിട്ടനിൽ നിന്നുള്ള കോന്നി ടീച്ചർ എന്ന മുത്തശ്ശിയാണ് 3 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം സമ്പൂർണ്ണ മുക്തി നേടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. കരഘോഷങ്ങളോടെയാണ് ആശുപത്രി അധികൃതരും ജീവനക്കാരും ഇവരെ യാത്രയാക്കിയത്. ബ്രിട്ടനിൽ കോവിഡ് മുക്തി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇവർ. പ്രവാസി സർവ്വവാർത്ത അവസാനിക്കുന്നു. നമസ്കാരം.